അപ്പൊ ഞാനും അമ്മ ഇവിടെ നിൽക്കുന്നത് കോഴിക്കോടുള്ള നമ്മുടെ അബേറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം ഞാനൊരു കണ്ണട വെക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു കുന്ത്രാണ്ടം വെറും 15 മിനിറ്റ് കൊണ്ട് ഒഴിവാക്കുന്ന പറഞ്ഞപ്പോൾ ഞാനും അമ്മയും ഓടിപ്പടിച്ച് വന്നതാണ് നമ്മുടെ അബേറ്റ് ഹോസ്പിറ്റലിലേക്ക്. സത്യം പറഞ്ഞാൽ ഈ സോഡാ കോപ്പി വെച്ചിട്ടില്ലെങ്കിൽ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഒരു ദിവസം ഇട്ട ചെരുപ്പ് വരെ മാറിപ്പോയിട്ടുണ്ട്. എന്തിന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് അപ്പുറത്തോണ്ടിൽ നോക്കി മാന്യമായി കോപ്പ് അടിക്കാൻ പോലും എന്റെ ഈ കണ്ണ് എന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പൊ പ്രൊസീജിയറിന് മുന്നായിട്ട് നമ്മുടെ കണ്ണിന്റെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകളൊക്കെ അവരെ നടത്തി. അപ്പൊ സർജറി റൂമിനുള്ളിൽ കയറുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ജുബ്ബയൊക്കെ തരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ബാഗിന് കറക്റ്റ് അളവിനാണ് നമുക്ക് ജുബ്ബ കിട്ടിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീരെ ഭയം ഉണ്ടായിരുന്നില്ല, നല്ല പേടിണ്ടായിരുന്നു. അപ്പൊ എന്ത് കാട്ടി നമ്മൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ചു. അപ്പൊ ഇന്റെ കാട്ടിക്കൂട്ടിൽ എന്നിട്ട് സർജൻ പറയാ എനിക്ക് കണ്ണിനല്ല പ്രശ്നം, തലക്കാണ് മച്ചാനെ. ഇനി സർജറിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കരുതിയിട്ട് മൂപ്പര് എനിക്ക് അടങ്ങിയിരിക്കാൻ ഒരു ബൊമ്മക്കുട്ടീനൊക്കെ തന്നു. പിന്നെ അങ്ങോട്ട് ഒരു 20 മിനിറ്റ് കണ്ണും തുറന്നാൽ കടന്നാൽ മതി. ഒട്ടും വേദന ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഓർമ്മയൊന്നുമില്ല. കണ്ണിലേക്ക് ലേസർ അടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഡ്രോപ്സ് ഒഴിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെ പ്രൊസീജിയർ അവസാനിച്ചു. ഇപ്പൊ തന്നെ എനിക്ക് കണ്ണട ഇല്ലാതെ തന്നെ ഏകദേശം ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് സ്ക്രീൻ ടൈം കുറക്കണം, നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഭാവിയിൽ കണ്ണട ഉപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുക്കാം. അപ്പൊ കാഴ്ചയുടെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലായിട്ട് കാണാം.